നമ്മുടെ സ്വന്തം ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഇയാളാണ് ചെയ്യാറില്ല, ഈ ആരാധ്യൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ നല്ല മുട്ടും പണി കൊടുത്തിട്ടുണ്ട്. പണിയല്ലേ, പ്രാങ്കും പറയാം, പണിയും പറയാം. അതിൻ്റെ സാധനം ഞാൻ കാണിച്ചു തരാം. അത് ഞങ്ങൾ ഓളെ വീട്ടിലേ പോവില്ല, നമ്മളിങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് പോകുന്നത് നാണക്കേടായത് കൊണ്ട് തന്നെ ഞാൻ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ട്. ഫ്രണ്ട്സ് ഇതിനാൾ എത്ര പേപ്പർ വെച്ച് ഞങ്ങൾക്ക് പോലും അറിയില്ല, ചുറ്റി 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 പണിയായിരുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാർഡ് ഉണ്ടാക്കി വെച്ചതാണ്. HBD ആരാധ്യ. പിന്നെ ബിഗ് ഗിഫ്റ്റ് ബൈ അമ്മു ദേവു. ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. ഷോളി ചെയ്തല്ലോ. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഉത്തരം ഉണ്ടാക്കിയതാണ്. നിങ്ങളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുത്തി നമുക്ക് ഇവിടെ ആണ് പൊളിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ആദ്യമായിട്ട് ഒളിപ്പിച്ചു പറയാം. നമുക്കൊരു ടാസ്ക് ആണ്. ഒരു പേപ്പർ വെച്ചിട്ട് ഓരോ ക്ലൂ കൊടുത്താലോ? ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചേക്കുക, എന്നിട്ട് പേപ്പറിൽ ഇത് ആ റൂമിലുണ്ട്, എന്നിട്ട് ആ റൂമിൽ അങ്ങനെയൊക്കെയല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകട്ടോ. അപ്പൊ നമുക്ക് അതിനെങ്ങനെ ഉണ്ടാക്കണം. ഫസ്റ്റത്തെ ക്ലൂ എന്താ വെച്ചാൽ ഒക്കെ കൊടുക്കും, എന്നിട്ട് പറയും ദേവൂസിന്റെ ബാഗും ബുക്കൊക്കെ ഉള്ള റൂമത്തെ കസാര വേണ്ടി. ഈ കസാര ഉദ്ദേശിച്ചാൽ ഇങ്ങനെ തന്നെയാണോ ചെയ്യാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലേ. പ്ലേസ് അല്ല, കസാര പ്ലേസ്, ബാഗ് ബുക്ക് പ്ലേസ് ആണ്. അതിന്റെ ബോർഡിൽ ഇരിക്കും. വേണ്ട ചേച്ചി, ഇങ്ങനെ മറ്റേ പോലെ പിടിക്കും. നമ്മൾ ബാഗ് ബുക്ക് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടുന്ന് പറയണോ എന്താ പറയുക, കട്ടുമ്പ് കൊടുത്തൊരു ക്ലൂ. കട്ടുമ്പ് കൊടുത്തു ബാഗ് ബുക്ക് പ്ലേസ്. അപ്പം അവിടെയാണ് ഒരു ക്ലൂ ഉണ്ടാവുക. അവിടെ കസാരമായിരിക്കും. ബെഡും കൂടി ഏതാ? ബെഡിലെ ചിലപ്പോൾ ബാഗിൻ്റെ ഉള്ളിലേക്കും ബുക്കിൻ്റെ ഉള്ളിലേക്കും ബെഡിലായിരിക്കും ഒരു ക്ലൂ. അങ്ങനെയില്ല. ഫസ്റ്റ് ക്ലൂ, സെക്കൻഡ് ക്ലൂ നമുക്ക് കൊടുക്കാം. ഇതിങ്ങനെ പിടിക്കില്ലേ? സെക്കൻഡ് ക്ലൂ കൊടുക്കാൻ പോകുന്ന അവിടെ ഇവിടെ കട്ടുമതി. അല്ല, ഇതിപ്പോ ബെഡ്മനുണ്ട്. ബെഡ്മൻ എന്താ കിട്ടുക? ബെഡ്മന്ന് ജനാൽമതി. അതായത് ബെഡും വന്ന് ആ റൂം പോയിട്ട് ഇങ്ങോട്ട് തന്നെയാണോ? ഗോ ടു സെക്കൻഡ് റൂം. ഏച്ചി എഴുതി ഞാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലൂ ഇതാണ്. ബാഗ് ബെഡ് പ്ലേസ്. ബാഗ് ബെഡ് പ്ലേസിലാണ്. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ആയില്ല മടക്കണ്ട. ഇത് കൊടുക്കൂല. ഇത് നമ്മൾ പറയും ഈ റൂമിലാണ് ഉണ്ടാവുക സാധനം. അല്ല, അപ്പൊ നമുക്ക് ഇത് 3 എണ്ണം ഇത് ഇവിടെ ആക്കട്ടെ. കൊടുക്കും. ഇത് ഇവിടെ ആക്കട്ടെ. ഒളിപ്പിച്ച് കണ്ടല്ലോ. നമുക്ക് ഓരോ സ്ഥലത്ത് പോയി കൊണ്ടുവെക്കാം. സെക്കൻഡ് ഫസ്റ്റ് ഇത് ഫസ്റ്റ് ഇതവിടെ. ഇതാണ് സെക്കൻഡ് എടുപ്പ്. രണ്ടാമത്തെ റൂമിൽ നീല കണ്ണു ഇവിടെ അല്ല. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ബെഡ് ബുക്ക് സ്ഥലത്താണ്. അപ്പം നമ്മൾ നിക്ക് ഞാൻ ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഇവിടെ കുത്തിക്കയറ്റാം. നമ്മൾ ബെഡ് എന്ന് പറയാൻ പാടില്ല കേട്ടോ. ബെഡ് നീല എഴുതിയുണ്ടല്ലോ. ചിലപ്പോൾ സ്റ്റഡി ടേബിൾ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ. അല്ല, ബെഡ് എന്ന് പറഞ്ഞാൽ അല്ല, അതല്ല, ബെഡ് ബുക്ക് പ്ലേസ് എന്നുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ നമ്മൾ ഇത് കൊടുത്തിട്ട് അടുത്തതാന്ന് തോന്നുന്നു. അതിന് മറ്റേ നീല അലമാരിയുള്ളത്. അല്ല ആണ്. അപ്പോൾ ഒന്നാമത്തെ ഇത് നമ്മൾ ഇത് ഇവിടെ അല്ല, ഒന്നെങ്കിൽ പെട്ടെന്ന് കാണിട്ടോളൂ. ഒന്ന് കാണാൻ നോക്കാം. ഒന്നെങ്കിലും അവൾ പെട്ടെന്ന് കാണട്ടെ. വേണ്ട, ഒന്ന് മാത്രം പെട്ടെന്ന് നോട്ടെ. നമ്മൾ ഇതിൻ്റെ എടി ഒന്ന് പെട്ടെന്ന് വേണ്ട ഇല്ല. ഇതേപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ച് കുത്തിവെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നോട്ടെ. അപ്പോൾ നമുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞു വെച്ച് അതിനുള്ളിലായിട്ട് സ്റ്റഡി ടേബിളാണ്. ആ സ്റ്റഡി ടേബിളിലുള്ളത് അതിലുള്ളത് രണ്ടാമത്തെ 2 കണ്ണാടി സ്ഥാനങ്ങൾ. അപ്പോൾ നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലൂൻ്റെ ഇതാണ്. അപ്പോൾ അവിടെ ക്ലൂ ആണ് നമ്മുടെ മെയിൻ. അടുത്ത ഒക്കെ ഉറപ്പിച്ചില്ലേ? ഒക്കെ നമുക്ക് ആരാധന ഗിഫ്റ്റിന് മുകളിൽ ശരിക്കും ഫോട്ടോ എടുത്തത്. അല്ല, ഗിഫ്റ്റ് അവൾക്ക് മനസ്സിലാവാൻ പാടില്ല. ഇത് പെട്ടെന്ന് കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇത്തിരി മുകളിലോട്ട് ഓള് വിചാരിക്കും ഇത് വേറെന്തോ സാധനമാണ്. പെട്ടെന്ന് പേപ്പർ അങ്ങോട്ട് ഓൾ എന്താണ് ഫസ്റ്റ് പോകുന്നത് ഇവിടേക്കും. അവിടെ തീരെ ഇവിടെ അവൾ പോവില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ അത് ബാത്റൂമിൽ തുറക്കാൻ വേണ്ടി ഇത് പിടി. ഇവിടെ ഇങ്ങോട്ടൊന്നും പെട്ടെന്ന് വരാറില്ല അല്ലേ. അപ്പം നമ്മൾ ഇത് ഇവിടെ ഉണ്ടാക്കുന്നു.
ഈ റൂം നമ്മൾ കല്യാണോ ദിവസം ഇങ്ങോട്ട് നമ്മള് വേണത്തിൽ തുണിയൊക്കെ ഇട്ടേടാ. എടി വേണ്ട കുറച്ച് മതി. എടി ഓക്ക് മനസ്സിലല്ലേ ഓളെ വിചാരത്തെ ഗ്രീറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ബാഗ് അങ്ങനെ എന്താ അയക്കില്ലേ ഇങ്ങോട്ട് വാ. അപ്പൊ നമുക്ക് ആരാധന പോയി വിളിച്ചിട്ടാ നമ്മുടെ കുട്ടി ആരാധ്യ. ദേവോട്ട് പോകുന്ന നായ്ക്കുട്ടി കരയുന്നു. ഒരുപാട് ചിരിക്കരുത്, ചിരിച്ച ആൾക്കെല്ലാം മനസ്സിലാവും. ഇല്ല ഞങ്ങൾ പറഞ്ഞു നീയാണ് നമ്മുടെ ബർത്ത്ഡേക്കൽന്നൊക്കെ കൊടുക്കാൻ ചിരിക്കരുത്. നിനക്ക് കുറച്ച് പുതിയതാ ഇത് പുതിയതാ എവിടെതാ ഇത് തുറന്ന് ഐശ്വര്യമായിട്ട് ഗിഫ്റ്റ് നോക്കാൻ പോയിക്കോളും. ഗിഫ്റ്റ് നോക്കാൻ പോടായി വല്ല നല്ല പണിയാ. ഒന്നും മനസ്സിലായില്ല. ബെഡ് ബുക്ക് ബാഗ് ബുക്ക് ബെഡ് പ്ലേസ് ഇവിടെയാണ് നമ്മളെ ക്ലൂകൾ ഇരിക്കുന്നത്. അപ്പൊ അവിടെ പോയി കണ്ടുപിടിക്കണം. ബാഗ് ബുക്കുള്ള പ്ലേസിലാണ് ബെഡിലുള്ളത്. അല്ല ബെഡിലോ അല്ലല്ല അങ്ങനെയുള്ള പ്ലേസ് അങ്ങനെ പ്ലേസ് ഏത് റൂം നിന്റെ ബാഗ് ഒക്കെ റൂം എനിക്കറിയാലോ. അല്ല ഓണ വിഷു കോടി കൊടുത്തു, ഡ്രസ് കോടി കൊടുത്തു. ഇവിടെ ഒരു സ്ഥലത്തുണ്ട്, ഈ കണ്ടുപിടിക്കണം. ആ കുഞ്ഞാടി എനിക്ക് ഇതിൽ നോക്കാൻ വേണേ ബാഗ് നോക്കാൻ, എൻ്റെ ബുക്ക് നോക്കാൻ വേണേ ബെഡ് നോക്കാം. സിമ്പിളായിട്ടുള്ള സ്ഥലത്തൊന്നും വെക്കൂല കേട്ടോ. ബുക്കിലൊക്കെ വെച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്തിരിക്കറിയാം. ബുക്കിൽ വെച്ചില്ല കേട്ടോ, നോക്കണ്ട. ബുക്കിൽ വെച്ചില്ല കുട്ടി, പറഞ്ഞേക്കാം. ബുക്കിൽ വെച്ചില്ല. ഇല്ല ബാഗ് നോക്കാം, ബെഡ് നോക്കില്ലേ. ബാഗ് ഇതവിടെ വേണേ ബെഡ് നോക്കാം. ഇത് കോടയൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. നമ്പലത്ത് പോയില്ലോ. എവിടെയാ പോയെ? എടി ബാഗ് പൊട്ടി കളിക്കല്ലേ. ബാഗ് മിക്കവാറും പൊട്ടു. ഒക്കെ എങ്ങനെയാണ് ക്ലാസ്സിന്റെ സമയത്ത് ഇത് തുറക്കുന്നത്? അതിനകത്തില്ല. ഇനി എനിക്ക് ഒറ്റ ഇത് വേണ്ടിയുള്ളൂ. ബുക്ക് അല്ല ബാഡ് ബെഡ് പ്ലേസ്. ആ പ്ലേസിലാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അറക്കി പറിച്ചത് ഇതൊക്കെ ഈ വാരി വലിച്ചിട്ടോ ഈ കിടക്ക വേണം പൊന്തി കട്ടിന്റെ അടിയിലുണ്ടോ നോക്കിക്കോ. ഓട്ടയോ ഓട്ടയല്ല വല്ല പോച്ചുന്നുണ്ടോ. ആരാതൊരു ബെഡുകളായി പോയി. ആരാ സന്തോഷത്തൊക്കെ കാണും. സാധിക്കൂല, ഗിഫ്റ്റ് കിട്ടും. ഞാൻ ഇത് പിടിച്ചോണ്ട് നടക്ക്. പക്ഷെ കുറച്ച് ടഫാണ്. രണ്ടാമത്തെ റൂമിന്റെ നീല കളറുള്ള അലമാരി. എങ്ങനെയുണ്ട് ഈ കളി? രസമുണ്ടോ? അന്നാളെ ഞാൻ ബാറിനെ പറ്റിച്ചില്ല, നീ ഇല്ലേ? ലൈറ്റ് ഒന്നാമത്തെ മുറിയില് സ്റ്റഡി ടേബിളുണ്ട്. ഒരു ക്ലൂ ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ ടേബിൾ. ഒത്തിരി കൂടെ വേണല്ലേ. പക്ഷെ എനിക്ക് പിന്നെ ഒന്നും കിട്ടിയില്ല. എവിടെ വെക്കൂ? രണ്ടാമത്തെ മുറിയിൽ തന്നെ, ഈ മുറി തന്നെ. രണ്ടാമത്തെ 2 കണ്ണാടി സാധനങ്ങൾ ഉള്ള 2 സ്ഥലത്താണ് ഈ ഗിഫ്റ്റ് ഒളിച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പറഞ്ഞേ. എന്ത്? ഒന്നാമത്തെ 2 കണ്ണാടി സാധനം. ഞാൻ വായിച്ചാ. ഒന്നാമത്തെ 2 കണ്ണാടി സാധനങ്ങളുള്ള സ്ഥലത്താണ് ഈ ഗിഫ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ടഫ് ആയിരിക്കും.
കൊല്ലാക്കൊല ചെയ്യല്ലേ. ഞാനൊന്നും കാണുന്നില്ല. എമ്മ അഭിലാഷ് വിളിക്കുന്നത്.